നമസ്കാരം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഭാരതീയൻ്റെ ചിന്തയും പ്രാർത്ഥനയും ഏത് കാലഘട്ടത്തിലും ഇതായിരുന്നു. ഇതുതന്നെയാണ് മഹാബലി തമ്പുരാനെ, ചക്രവർത്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഓണമെന്ന മഹാസ്വപ്നത്തിലൂടെ നാം കടന്നു പോകുന്നത്. കള്ളവും ചതിയുമില്ലാത്ത, എള്ളോളമില്ല പൊളിവചനവും എന്ന രീതിയിൽ ആരും ആരുടെയും ശത്രുവല്ലാത്ത, ജാതി മത വർഗ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യത്വമെന്ന മഹാസുഗന്ധത്തിന് വേണ്ടി ഒരു ചക്രവർത്തി, അതിനുവേണ്ടി മഹാപ്രയത്നം ചെയ്ത, മഹാത്യാഗം ചെയ്ത ഒരു ചക്രവർത്തി. ആ ചക്രവർത്തിയെ എന്നും സ്വപ്നത്തിലും കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മഹാജനസഞ്ചയം. അതാണ് മഹാബലിയും ഓണവും. അത്തപ്പൂക്കളത്തിൻ്റെ സുഗന്ധമാണ് മനുഷ്യത്വത്തിൻ്റെ സുഗന്ധം എന്ന് പറയും. നാനാജാതി മതസ്ഥരുടെയും സുഗന്ധം എല്ലാം ചേർന്നിരിക്കുന്നത് തിരുമുറ്റ ജീവിതമാകുന്ന തിരുമുറ്റത്തുള്ള അത്തപ്പൂക്കളത്തിൽ. ഇത് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം, വിജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ ഞാനിന്ന് പരിശ്രമിക്കുന്നത് മഹാബലിയെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ്. മഹാബലിയെക്കുറിച്ച് നിങ്ങളുടെ സമക്ഷം ഒരു വിചാരത്തിനും വിചിന്തനത്തിനുമായി അത് ജീവിതത്തിൽ എങ്ങനെ പ്രയോഗത്തിൽ വരുത്തും എന്നതിന്, വരും കാലയളവിലെങ്കിലും മഹാബലിയെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നതിന് ഒരു സമർപ്പണമാണ്. ആരാണ് മഹാബലി? ശ്രീ മഹാഭാഗവതത്തിൽ ഭഗവാൻ വ്യാസൻ 8-ാം സ്കന്ധത്തിൽ അതിമനോഹരമായി തന്നെ മഹാബലിയെ അവതരിപ്പിച്ചിരിക്കുന്നു. തൂണ് പിളർന്ന് നരസിംഹമൂർത്തിയെ കൊണ്ടുവന്ന പ്രഹ്ലാദൻ്റെ ചെറുപുത്രനാണ്, പൗത്രനാണ് മഹാബലി തമ്പുരാൻ. അതായത് പ്രഹ്ലാദൻ്റെ മകൻ വീരേചനൻ്റെ പുത്രൻ. മഹാബലി, മഹാത്യാഗം. ആ മഹാബലിയെ നാം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പരമപ്രധാനം. വാമനൻ എന്ന മഹാതേജസ്വിയും ശുദ്ധ ബ്രഹ്മചര്യത്തിൽ സമ്പൂർണമായും ശരീരവും മനസ്സും അർപ്പിച്ച വാമനൻ, ഒരു ചെറിയ മനുഷ്യൻ, വലിപ്പത്തിനൊന്നും ഒരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചെറിയ മനുഷ്യൻ. ആ ചെറിയ മനുഷ്യനിൽ ഈ ലോകം മുഴുവൻ ലയിച്ചിരിക്കുന്നു എന്നതാണ് പരമമായ സത്യം. അദ്ദേഹം വന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഒരിടവുമില്ല, എനിക്ക് താമസിക്കാൻ നീ ഒരു ചെറിയ ഇടം തരണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ്, എവിടെയാണ്? അത് അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് ധർമ്മം ജീവിതമൃതമാക്കിയ മഹാബലി അദ്ദേഹത്തിനോട് സമർപ്പിച്ചു, വാമന മൂർത്തിയോട് സമർപ്പിച്ചു. ഈ സമർപ്പിക്കപ്പെട്ട വാക്കുകളിൽ എനിക്ക് 3 അടി മതി, 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞു. എടുത്തോളൂ എന്ന് വളരെ സന്തോഷപൂർവം പരമാനന്ദ സ്വരൂപനെ തിരിച്ചറിഞ്ഞ മനസ്സുമായി മഹാബലി പറഞ്ഞു. മഹാബലിയുടെ ഈ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ സർവ ചൈതന്യത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്ന ശുക്രാചാര്യർ എന്ന ഗുരു വല്ലാതെ ദേഷ്യപ്പെട്ടു. മഹാബലി, നീ എന്താണ് ഈ കാണിക്കാൻ പോകുന്നത്? എന്ത് മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ് നീ ചൊല്ലിയത്? എന്ത് മണ്ടത്തരമായാലും മഹാഗുരുവേ, ഒരാൾ എൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ മഹാത്യാഗമാകും, ചക്രവർത്തിയാകും, ഭരണകർത്താവാകും? വർത്തമാന കാലഘട്ടത്തിലുള്ള പല ഭരണകർത്താക്കളും ഇത് മനസ്സിലാക്കണം. ഓരോ തലങ്ങളിലുമുള്ള ഭരണകർത്താക്കൾ ഇത് മനസ്സിലാക്കണം. തൻ്റെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ വേദനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം ചെയ്യുന്നതാണ് ഒരുവൻ്റെ ഏറ്റവും മൗലികമായ ധർമ്മമെന്ന് പഠിപ്പിക്കുന്നു. ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് മറ്റൊന്നല്ല. ഒരാളിൻ്റെ കർമ്മമെന്ന് പറയുന്നത് ശുദ്ധമാണെങ്കിൽ അവിടെയാണ് അദ്ദേഹം ധർമ്മിഷ്ഠനാകുന്നത്. മഹാബലിക്ക് എന്തായാലും 3 അടി മണ്ണ് കൊടുക്കാൻ തീരുമാനിച്ചു. അറിയാമല്ലോ, മഹാബലി തീരുമാനിച്ചു. വാമനമൂർത്തിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അറിയാമല്ലോ, മഹാബലിയുടെ വാക്കുകൾക്കൊന്നും മറ്റൊരിടമില്ല, ധർമ്മത്തിൻ്റെ ഇടം മാത്രമാണുള്ളത്.
ആ 2 അടി വാമനമൂർത്തി വച്ചപ്പോഴേക്കും ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സിംഹഭാഗവും എന്നല്ല പൂർണ്ണഭാഗവും ആ കാൽപാദങ്ങളുടെ കീഴിലായി. സാക്ഷാൽ വിഷ്ണു ഭഗവാന് തൻ്റെ ഒരു പാദം കൊണ്ട് തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ അളന്നെടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ 2 അടിക്ക് അത് കഴിഞ്ഞാലോ അവശേഷിക്കാൻ ഒരു പാദം വയ്ക്കാൻ ഒരിടമില്ല. കാര്യം അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന മുഴുവൻ അസുരന്മാരും, അസുരന്മാരിൽ അസുരനായ ഈ ചക്രവർത്തി, മഹാബലി ചക്രവർത്തി, ത്യാഗമെന്ന പേരിൽ, ദാനമെന്ന പേരിൽ നടത്തിയ ഈ ശുദ്ധ വെട്ടിത്തരത്തിനെയാണ് അസുരന്മാരായി അവശേഷിച്ച അസുരന്മാരെല്ലാം ചോദ്യം ചെയ്തത്. പക്ഷേ മഹാബലി അപ്പോഴും തൻ്റെ ധർമ്മനിഷ്ഠയിൽ ഉറച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തന്നിരിക്കുന്ന വേഷം ഇതാണ്, അസുരന്റെ വേഷമാണ്. മറ്റൊരുവന് ദൈവത്തിൻ്റെ വേഷം, ദേവന്റെ വേഷം കൊടുക്കുന്നു. വേഷം ഏതായാലും കർമ്മം ശുദ്ധമാണോ എന്നതാണ് പ്രാധാന്യം. ആ വേഷം തന്നാൽ ആ വേഷത്തിനനുസരിച്ച് നടിക്കുക, അഭിനയിക്കുക എന്നുള്ളതാണ് ഒരുവന്റെ ഏറ്റവും പരമപ്രധാനമായ ധർമ്മം. അതുകൊണ്ട് എനിക്ക് കിട്ടിയ വേഷത്തിൽ, ദാനധർമ്മിഷ്ഠനായ മഹാബലി എന്ന വേഷത്തിൽ, അസുരന്മാരുടെ പരമ്പരയിൽപ്പെട്ട ഒരു ചക്രവർത്തി എന്ന വേഷത്തിൽ, പ്രഹ്ലാദൻ എന്ന മഹാസ്തുതിയുടെ ഹൃദയശുദ്ധി പരമ്പരയായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ചെറുപുത്രൻ എന്ന രീതിയിൽ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും ഒട്ടും പിന്നോക്കം പോകുന്നില്ല. എൻ്റെ കർമ്മനിഷ്ഠയിൽ നിന്നും ഞാൻ ഒട്ടും പിന്നാക്കം പോകുന്നില്ല. അദ്ദേഹം 3-ാമത്തെ പാദം വയ്ക്കുവാൻ വാമനമൂർത്തി എന്ന മഹാതേജസ്വിയായ പരമാനന്ദ സ്വരൂപനായ വിഷ്ണു ഭഗവാന്റെ മുമ്പിൽ തൻ്റെ ശിരസ് വച്ചു കൊടുത്തിട്ട് ഈ പാദം ഇവിടെ വച്ചോളൂ എന്ന് പറഞ്ഞു. ശ്രീ ബ്രഹ്മദേവന് പോലും അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം മഹാവിഷ്ണുവിനോട് ചോദിച്ചു, ഇത് ശരിയാണോ? വാമനനോട് ചോദിച്ചു, ഇത് ശരിയാണോ? പക്ഷേ ആ ചോദ്യത്തിനെയെല്ലാം സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ സ്വീകരിച്ചുകൊണ്ട് 3-ാമത്തെ പാദം, 3-ാമത്തെ അടി മഹാബലി ചക്രവർത്തിയുടെ ശിരസിലേക്ക് വയ്ക്കുമ്പോൾ ആ വച്ചപ്പോഴുണ്ടായ മഹാബലിയുടെ മനസ്സ് അദ്ദേഹം ബ്രഹ്മദേവനായി മറുപടി കൊടുക്കുന്നതിന് വേണ്ടിയായി ഉപയോഗിച്ചു. ബ്രഹ്മദേവൻ ഒരർത്ഥത്തിൽ ഞാൻ മഹാബലിയുടെ മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു. 3-ാമത്തെ പാദം വയ്ക്കുമ്പോൾ തൻ്റെ ഭൂമിയിൽ ത്രിലോകവും മുഴുവൻ ദേവന്മാർക്ക് പോലും അസൂയ ഉണ്ടാകുന്ന തരത്തിൽ ഭരിച്ച എൻ്റെ സിംഹാസനം ഉൾപ്പെടെ ഉള്ളത് പോകുമ്പോൾ എനിക്ക് ഒട്ടും വിഷമമല്ല തോന്നിയത്, മഹാബലിക്ക് ഒട്ടും വിഷമമല്ല തോന്നിയത്. അദ്ദേഹം എൻ്റെ പാദം, മഹാവിഷ്ണുവിൻ്റെ പാദം ശിരസിലേറ്റി വല്ലാതെ നിർവൃതി കൊള്ളുകയായിരുന്നു, പരമാനന്ദത്തിൽ ലയിക്കുകയായിരുന്നു. അദ്ദേഹം വീണ്ടും ആലോചിച്ചു, എൻ്റെ കർമ്മവിധ ശുദ്ധമായിരിക്കുന്നു, സമർപ്പിക്കേണ്ടത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, സമർപ്പിക്കപ്പെടേണ്ട ഇടത്ത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, പരമാനന്ദ സ്വരൂപനിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, പരബ്രഹ്മത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനും അപ്പുറമായി എനിക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ മുമ്പിലുള്ളതും ഇത് തന്നെയാണ്. സ്ഥാനമാനങ്ങൾക്കും അതുപോലെ എല്ലാ തരത്തിലുള്ള ഭൗതിക സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി അഷ്ടമോഹങ്ങളുടെ തടവറയിൽപ്പെട്ട് കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ലോഭത്തിൻ്റെയും മോഹത്തിൻ്റെയും അസൂയയുടെയും കുശുമ്പിൻ്റെയും കുന്നായ്മയുടെയും തടവറയിൽപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മഹാബലിയെ സ്വീകരിക്കാൻ, മഹാബലിയുടെ നാമം പറയുവാൻ, വാമനമൂർത്തിയുടെ നാമം പറയുവാൻ എത്ര യോഗ്യതയാണുള്ളതെന്ന് സ്വയമെന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഓണം ആഘോഷിക്കാനും അത്തപ്പൂക്കളമിടാനും ഒക്കെ യോഗ്യതയുണ്ടോ എന്ന് സ്വയം നമുക്ക് വെളിവാകുന്നതും ആ സത്യം വെളിവാകുന്നതും. അതിനുശേഷം മഹാബലിയെ ശരിക്കും തിരിച്ചറിഞ്ഞ് ഭൂലോകം മുഴുവൻ തിരിച്ചറിഞ്ഞപ്പോൾ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ അദ്ദേഹം തൻ്റെ ലോകത്തിലേക്ക്, തൻ്റെ സാമ്രാജ്യത്തിലേക്ക്, ദേവലോകത്തിലേക്ക് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി. ഇതിനും അപ്പുറം എന്താണ് ഒരാളിന് വേണ്ടത്, ഒരാളിൻ്റെ കർമ്മം കൊണ്ട് നേടേണ്ടത്? അങ്ങനെയുള്ള മഹാബലി തൻ്റെ കർമ്മം ശുദ്ധീകരിച്ച് ഏറ്റവും തേജസ്വിയായ ഭാരതത്തിൽ ഭാഗവത ധർമ്മം അനുസരിച്ച് ജീവിച്ചിട്ടുള്ള 9 പേരേ ഉള്ളൂ. എന്താ ഭാഗവത ധർമ്മം? എനിക്കുള്ളതെന്നുമില്ല ഇവിടെ, എല്ലാം പരമാനന്ദത്തിൽ പരമസ്വരൂപനുള്ളതാണ്, ഭഗവാനുള്ളതാണ്, ഭഗവാനാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് മനസ്സിലാക്കുന്നതാണ് ഭാഗവത ധർമ്മം.
അങ്ങനെ 9 പേരേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ. അതിലൊന്നാണ് മഹാബലി തമ്പുരാൻ, മഹാബലി ചക്രവർത്തി. സർവവും തൻ്റെ പ്രജകൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കപ്പെട്ട, എല്ലാവരുടെയും സന്തോഷം മാത്രം മുഖ്യ ലക്ഷ്യമായി കണ്ട ഒന്നാന്തരം 100% സത്യസന്ധനായ ഭരണാധികാരി. ആ മഹാബലി തമ്പുരാനും അപ്പുറമായി ഭാരതത്തിൽ നമുക്ക് എന്ത് ഭരണ സംവിധാനവും അതിനുമപ്പുറമായി എന്ത് മാതൃകയുമാണ് നമുക്കുള്ളത്. നിർഭാഗ്യവശാൽ സമീപകാലത്ത് ഇത്രയും ശ്രേഷ്ഠനായ, പരമാനന്ദത്തെക്കുറിച്ച് ഇത്രയും അറിയുന്ന, പരമാനന്ദത്തിൽ ലയിച്ച, പരമാനന്ദ സ്വരൂപൻ കൂട്ടിക്കൊണ്ടുപോയ മഹാബലി ചക്രവർത്തിയെ കോമാളിയുടെ വേഷം കെട്ടി അത്തപ്പൂക്കളത്തിനടുത്തും ഷോപ്പുകളുടെ മുമ്പിലും, അതുപോലെ ഏതോ ഒരാൾ വരച്ചു ചേർത്ത ചളിച്ച വയറുമായി നിൽക്കുന്ന, ഒരു വലിയ പൊളിഞ്ഞ ഓലക്കുടയുമായി നിൽക്കുന്ന ഒരു കോമാളിയുടെ വേഷസ്വരൂപമായി മഹാബലിയെ അവതരിപ്പിക്കുന്നത് മഹാപാപമാണ്, മഹാദുഷ്ടതയാണ്, തീരാത്ത തരത്തിലുള്ള ദുഷ്കർമ്മമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രിയമുള്ളവരെ, ഇത് തിരിച്ചറിയുക. ആരാണ് മഹാബലി എന്ന് തിരിച്ചറിയുക, ആരാണ് പരമാനന്ദമെന്ന് തിരിച്ചറിയുക. എന്താണ് ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ